നൊസ്റ്റാൾജിയ വന്നിട്ടേ പണ്ട് ഓള് ഇതുപോലെ വന്നപ്പോഴുള്ള കരച്ചിലൊക്കെ ഓർത്ത് നൊസ്റ്റാൾജിയ. ഇപ്പൊ നമ്മളോട് നിനക്ക് എന്താ വെച്ചപ്പോഴും നമ്മൾ സിനിമ കണ്ട ആ ബൊക്ക ഒന്ന് വെറുതെ അല്ലട്ടോ ഗൈസ്, ഇവരൊക്കെ ഈ ബൊക്ക പിടിച്ചാണ്. ബൊക്കന്റെ പ്രത്യേകത. ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കല്യാണത്തിനൊക്കെ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. കല്യാണം എന്താണ് ആരുടെ എന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം. പിന്നെ അതുപോലെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ലില്ലിക്കുട്ടിന്റെ എല്ലാ ഡ്രസ്സും നിഷ സ്റ്റിച്ച് ചെയ്താട്ടോ. അല്ല മൂട് ശരിയായിരുന്നു കേട്ടോ. ചിലപ്പോ മൂട് മാറിയിടള്ള എടുത്തിട്ടില്ലേ, എടുത്തില്ലേ? മൂട് മാറി ആ വൈറ്റ് എടുത്തോ, കൈ പിടിച്ചോ, വണ്ടിയിൽ വെച്ചോ. എങ്ങാനും ഇതിന്റെ കല്യാണത്തലേന്നുള്ള ഡ്രസ്സാണ് കേട്ടോ ഇത്. നവാസ് കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ദുബായിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും പോകാൻ ആളുണ്ട്. അപ്പം ഇമ്മച്ചിയും ഇപ്പം ആദ്യം തന്നെ പോയിട്ടോ. കാരണം ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടി കൊള്ളൂല. ബാക്കി ഞങ്ങളെല്ലാവരും പിന്നെ കാറിൽ ഞങ്ങൾ പണ്ടേ കുത്തിക്കയറാൻ മിടുക്കികളാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഓഡിറ്റോറിയത്തേക്ക് പോയി കേട്ടോ. ഇന്നുണ്ടോ ഡാൻസിങ് കഴിഞ്ഞപ്പോഴാ? ഓ ആ, ഇന്നലത്തെ അടിപൊളി ഡാൻസ് ശേഷം ഇന്ന് പുതിയത് ഇറക്കുന്നുണ്ട് അല്ലേ? കുറേ നല്ലൊരു കല്യാണ ബിരിയാണി കഴിച്ചിട്ട് നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടോ. നല്ല വിശപ്പുണ്ട്, വേഗം കഴിച്ചിട്ട് പറ്റും. നല്ല അടിപൊളി ഡ്രസ്സിലൊന്നും ഡാൻസ് ഉണ്ടോ നിയമൊക്കെ ഉണ്ടോ? വെയിറ്റിംഗ് ആണ്, ഇതിന്റെ ഡാൻസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഞങ്ങൾ കേട്ടോ. എന്ത് ദേഷ്യപ്പെട്ടിരിക്കണ കുട്ടി, ദേഷ്യം വന്നിട്ടുണ്ടോ? എന്നോട് ചോദിക്കല്ലേ, ഓർമ്മിപ്പിക്കല്ലേ, എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ. ഞങ്ങള് സോഡയും കുറിക്കലൊക്കെ തുടങ്ങി. വെയിറ്റിംഗ് ആണ്. ചെക്കൻ വന്ന ഡാൻസ് ഉണ്ടോ? ഞങ്ങൾ അകത്തിരുന്നത് ചൂടായിട്ട് അവസാനം കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് പുറത്ത് വന്ന് റെസ്റ്റ് എടുക്കല്ലോ. ചെക്കനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഷിസിട്ടാ ഇതെന്താ ടെക്നിക്ക്? ഇതെങ്ങനെ ഓട്ട ആക്കിയതെങ്ങനെ? എന്തുമാത്രം മിസിട്ടാ, ഈ മാല നമുക്ക് തരുമോ? നമുക്ക് തരും ഈ മാല. അടിപൊളി മാല. ഇതാരെ മേടിച്ചത്? ആരാ വാങ്ങിച്ചത് മാല? മമ്മ. എടാ നല്ല ഭംഗിയുണ്ട്. പരശുരാം എക്സ്പ്രസ് ഇപ്പൊ പാർക്ക് ചെയ്യുന്നതാണ്. ആ ടൈപ്പിലല്ല ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ. ഓനപ്പം കണ്ണോട് വെക്കും. ഞാൻ ക്യാമറ ഓണാക്കി അവൻ കണ്ണോട് വെക്കും. അഴകിലയിലെ സ്റ്റെപ്പ് ഇടണോ? അഴകിലയിലും 2 സ്റ്റെപ്പ് കൂടി ഇടണ്ടേ? അപ്പൊ ഡാൻസേഴ്സ് ഒക്കെ ക്ഷീണിച്ചോട്ടോ.
ഞങ്ങൾ കല്യാണത്തിന് പോയാലും ഞങ്ങൾ തന്നെ അങ്ങനെ വർത്തമാനം പറയാനും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല തന്നെയല്ലേ എപ്പോഴും. റോസി വീട്ടിൽ നോക്കണു കേട്ടോ. ക്യാമറയിലുണ്ട്, എപ്പോഴും ക്യാമറയിലുണ്ട്. നല്ല ചെക്കന്മാർ നല്ല അടിപൊളി മോഡലൊക്കെ കേട്ടോ. ആ ബൊക്ക ഉണ്ട്, വെറുതെ അല്ല കേട്ടോ ഗൈസ്. ഇവരൊക്കെ ഈ ബൊക്ക പിടിച്ചു ബൊക്കന്റെ പ്രത്യേകത കാണിച്ചിട്ട് കണ്ടോ. എല്ലാവർക്കും ടിപ്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ആധുനിക ബൊക്കണല്ല. ഞാൻ ചോദിച്ചേ പുതിയ എണ്ണ എങ്ങനെയാണ് ഇത്ര ഫ്രഷ് ആയിട്ടിരിക്കുന്നത്? അല്ലേ നിനക്ക് സംശയം? പുതിയ എണ്ണ എങ്ങനെ ഫ്രഷ് ആയിരിക്കുന്നതല്ലേ? പഠിച്ചു വെക്കണം. പുതിയ എണ്ണകളൊക്കെ ഇങ്ങനത്തെ ഒരു ബൊക്ക കരുതിക്കൊള്ളൂ കേട്ടോ. നല്ല ഐഡിയ. മറ്റു ഡിസൈൻ ചെയ്തല്ലേ? നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അതിന്റെ ഒരു സാരി ഹാങ് ചെയ്തതും ഒക്കെ സ്വന്തം ആൾക്കാരാണ്. അതെ. ഓക്കെ, അപ്പൊ ഞാൻ ഡാൻസിലേക്ക് വേണം. വെയിറ്റിംഗ്. ഈ സീനുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത് ഗൈസ്? ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ ഇപ്പം അടുത്തൊന്നല്ല, ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായില്ലേ. ഇപ്പോഴും എനിക്ക് ഈ രംഗങ്ങൾ കാണുമ്പോൾ അന്ന് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ ഈ പോകുന്ന സമയത്തുള്ള ഈ ഒരു ചങ്ക് പറിച്ചെടുത്ത് കൊണ്ടുപോകുന്ന പോലത്തെ ഒരവസ്ഥ അത് ഇപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് കാണുമ്പം. അപ്പം അതങ്ങനെ തന്നെയാണ് അല്ലേ. എന്താ പറയുക, ഇപ്പം വളരെ ചുരുക്കം പേരെങ്കിലും ഉണ്ടാവും അതിലൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഓക്കെ ആയിട്ടുള്ള. പക്ഷെ മിക്കവാറും അത് കംഫർട്ടബിൾ ആവാൻ ഒരുപാട് ടൈം എടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം നമ്മളെ വീട്ടിൽ അത്രയും യൂസ്ഡ് ആയിട്ട് പെട്ടെന്ന് വേറൊരു വീട്ടിലേക്ക് പോകുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ലൈഫിൽ, എല്ലാ സ്ത്രീകളുടെയും ലൈഫിൽ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. ആരാണ് ഇങ്ങനത്തെ സിസ്റ്റമൊക്കെ ഉണ്ടാക്കിയെന്നാണ് ആലോചിക്കുന്നത്. എന്നാലും ഇപ്പം മുന്നത്തെക്കാളൊക്കെ ഫാർ ബെറ്ററാണ് അല്ലേ. അതായത് ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കോൺഫിഡൻസും അത് പറയാനുള്ളൊരു ധൈര്യവും ഒക്കെ ഉണ്ട്. അങ്ങനെ കാണിക്കണം കേട്ടോ. അതായത് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് പോലും വെറുതെ തലകുലിക്കുകയോ ഒക്കെ അതിനൊന്നും ആവശ്യമില്ല. അതായത് ന്യായമായ കാര്യങ്ങൾക്ക്, ഞാൻ പറയുന്നത് മറ്റേ എന്തും ചെയ്യുക അങ്ങനെയല്ല, ന്യായമായ കാര്യങ്ങൾ. ഇപ്പം എനിക്കെന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണം, എനിക്കെന്ന് എൻ്റെ ഉമ്മാനെ കാണണം, അല്ലെങ്കിൽ ഇന്ന് എനിക്കത് ചെയ്യണം, ന്യായമായ ആ കാര്യങ്ങളൊക്കെ പറയാനും അത് നടത്തിയെടുക്കാനും ഒക്കെയുള്ള റൈറ്റ്സ് നമുക്കുണ്ട് എന്നുള്ളത് ആരും മറക്കരുത്. അങ്ങനെ അതാണ് ലൈഫ്. അപ്പോഴല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതിനൊന്നും ആവശ്യമില്ല. എന്താ പറയുക, എപ്പോഴും നമ്മളായിട്ട് തന്നെ ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം മറ്റുള്ളവർക്കും നമുക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ചെക്കനെ പോയിട്ട് ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിൽ പോണോ 50-50 പോവാന്ന് വിചാരിച്ചില്ലേ. അടുത്തേക്ക് വാ. എന്നാലും ഞങ്ങൾ ഒരുക്കി കിട്ടിക്ക് വന്നല്ലോ. അപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ കൂടി പോവാന്ന് വിചാരിച്ചു. പിന്നെ നിതിനൊന്ന് സൂം ചെയ്ത് ഫോക്കസ് ചെയ്യണം. അല്ല, നിതിനെ മാത്രമല്ല ഇവിടെ ഒന്ന് സൂം ചെയ്തോളൂ കേട്ടോ. ഇവരൊക്കെ കരച്ചിൽ കഴിഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നിതയൊക്കെ വമ്പം കരച്ചില്. അപ്പോഴേ അവൾക്ക് നൊസ്റ്റാൾജിയ.
നൊസ്റ്റാൾജിയ വന്നിട്ടേ പണ്ട് ഓളും ഇതുപോലെ വന്നപ്പോഴുള്ള കരച്ചിലൊക്കെ ഓർത്ത് നൊസ്റ്റാൾജിയ. ഇപ്പൊ നമ്മളോട് നിനക്ക് എന്താ വെച്ചപ്പോഴും നമ്മൾ സിനിമ കണ്ട കരയില്ലേ, അതേപോലെ എല്ലാരും കരയുന്ന കണ്ടപ്പോഴും ഒന്ന് കരയും. അതാ അവിടെ അക്രമം, ആ അക്രമം വേഗം പിടിച്ചു മാറ്റി. പറയായി ഇതുപോലെയൊക്കെ ബസ്സിലൊക്കെ കല്യാണത്തിന്റെ ഇങ്ങനെ ചെക്കൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഒന്ന് പരിഗണനയൊക്കെ ഉണ്ട് അവിടെ ഇരുന്നോ. ഞങ്ങളിതാ പയ്യന്റെ വീട്ടിലൊക്കെ ഒന്ന് ജ്യൂസൊക്കെ കുടിച്ചു. ലിസിതാ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇനി ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ്. എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ആ കറണ്ട് വന്നേ, കറണ്ട് പോയിരിക്കായിരുന്നു കേട്ടോ. നടക്ക് ചായ ഒക്കെ കഴിഞ്ഞു. ഷെഫി അല്ലേ, അതാണ് ഇൻസ്ട്രക്ഷൻ. ചായ കിട്ടും, തിരക്ക് പിടിക്കണ്ട, കിട്ടും കിട്ടും. ആ ഡാൻസ് കളിച്ചു, ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം. രണ്ട് ബേബി പൊറാട്ട എനിക്കും, രണ്ട് ബേബി പൊറാട്ട വേണ്ട, ബേബി പൊറാട്ട മതി. എന്താ മുതലാക്കുന്നേ കല്യാണ വീട്ടിൽ കൊല്ലം മൈ ഗോഡ്സ് വേണ്ട കഴിക്കാം. നല്ല മുതലാക്കലല്ലേ. പെണ്ണിന്റെ വീട്ടിലെ കലാപരിപാടികളുണ്ടാവും. ഇതോടെ അവസാനിച്ചില്ലേ? കഴിഞ്ഞു 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 എന്റെ വീട്ടിൽ ഇവനുണ്ട് കഴിക്കാൻ. എല്ലാ വീട്ടിലും ഇവരുണ്ട്. എല്ലാവരും വീട് മാറി, കൂട് മാറി. ഷിസിക്ക എടാ ഭയങ്കരന്മാരെ, നിങ്ങളൊക്കെ സീറ്റ് പിടിച്ചല്ലേ? ലിലിയുടെ സീറ്റ് പിടിച്ചിരിക്കല്ലേ കളത്തി. അങ്ങനെ ഇതാ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നില്ല മുല്ലമോൾ. ഞങ്ങൾ ഇതാ ഈ ബസ്സിൽ നിന്നൊക്കെ ഇതാ വന്നു കല്യാണം. പറ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു പറഞ്ഞ. കല്യാണമൊക്കെ സൂപ്പർ ആയിരുന്നോ? ആണോ? സൂപ്പറാണോ? ഇപ്പോഴാണ് ഒരു കുപ്പൻ തിളങ്ങണത്.